പറച്ചിലിനൊക്കെ അതിനൊരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ ഷെയ്ഖുനാന്റെ വലിയ വലിയ ലോകങ്ങളും സംഭവങ്ങളും ഉണ്ട്. അതൊക്കെ ഇപ്പൊ നമ്മൾ പൊതുവായിട്ട് ഇങ്ങനെ എല്ലാവരും ഇടയിൽ വിളിച്ചു പറയേണ്ടതല്ല. അതെല്ലാം അതിനനുസരിച്ചിട്ട് ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സിൽ ഖാസായിട്ടുള്ള ഇടത്തിൽ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാ. ഇതുപോലെ ചില പാട്ടൊക്കെ പ്രിയമുള്ള സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞ വിഷയമാണ് ഇപ്പോൾ കുരുവട്ടൂരി ഷെയ്ഖിന് തോന്നിയിട്ടുള്ളത്. മഹാന്മാരായ ഔലിയാക്കളെക്കുറിച്ച് ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ച് കെട്ടുകഥകളുണ്ടാക്കി ജനങ്ങൾ മുഴുവനും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്നും വ്യതിചലിച്ചു കൊണ്ടുപോകുന്ന പ്രസംഗങ്ങൾ, അത് സുലഭമായി നടക്കുന്നത് വട്ടൂരികളിൽ നിന്ന് തന്നെയാണ്. ഇതിനെ പേരോട് ഉസ്താദ് വർഷങ്ങൾക്ക് മുമ്പേ ഇത് എതിർത്തിട്ടുണ്ട്. അന്ന് അത് പറഞ്ഞപ്പോൾ നൗഷാദും കൂട്ടരുമൊക്കെ ഉസ്താദുമാരെ വഹാബികളാക്കാൻ നടന്നിട്ടുണ്ട്. എന്നാൽ ഇന്നിതാ സാക്ഷാൽ അവരുടെ ഷെയ്ഖ് തന്നെ പറയുന്നത് അങ്ങനെ പറയാൻ പാടില്ല എന്ന്. നിങ്ങൾ നോക്കണം, ഇന്ന് ഈ ഷെയ്ഖിനോടൊക്കെ പറയാനുള്ളത് എന്താ? ഇത് പറഞ്ഞത് നിങ്ങൾ തന്നെയാണ്. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹിയെക്കുറിച്ച് ഇല്ലാത്ത കെട്ടുകഥകൾ പറഞ്ഞുണ്ടാക്കിയത് നിങ്ങളല്ലേ? നിങ്ങളൊന്ന് കേട്ടു നോക്കൂ നൗഷാദ് എന്ന് പറയുന്നത്. ഇതുകൂടി മനസ്സിലാക്കാതെ ഹദറത്തിലെത്തിയാൽ പിന്നെ എങ്ങനെയാവും? ഇവർക്ക് അതാണ് മഹാനായ മടവൂർ ശൈഖുനയുടെ മൗലിദിൽ നമ്മൾ പറയാറില്ലേ, ലാ ഫർഖ ഇൻദ ഹദറത്തിഹി ബൈന റിജാലി വൻ നിസാ. അവിടെ എത്തിയാൽ പിന്നെ ആണ് പെണ്ണ് എന്ന തരം തിരിക്കലൊന്നുമില്ല. അവിടെ എല്ലാവർക്കും വരാം. ശൈഖ് അവർക്ക് ഇഷ്ടമുള്ളവരെ അടുത്തിരുത്തും. അതാണാകാം, പെണ്ണാകാം, അവർക്ക് ഇഷ്ടമുള്ളവരെ ഖിദ്മത്തിലാക്കും. അതൊക്കെ അവരുടെ അധികാരത്തിൽപ്പെട്ടതാണ്. അവരെന്തുമാക്കും? അവരെ ശരീരത്തെ തന്നെ എന്തുമാക്കും? ആണിനെ പെണ്ണാക്കാനും പെണ്ണിനാണാക്കാനും കഴിയുന്നവരല്ലേ അവർ. എന്തിന്? ആകാശം വേണമെങ്കിൽ ഭൂമിയാക്കാനും ഭൂമി ആകാശമാക്കാനും അധികാരമുള്ളവരാണ് അവർ. നമ്മുടെ ഈ താഴ്ന്ന ചിന്തയിൽ അവരെ കാണാൻ പറ്റും. അവരെ സംബന്ധിച്ചിടത്തോളം നീയും നിന്റെ ഭാര്യയും മക്കളും ഒക്കെയും അവർക്ക് സമമാണ്. ഇനി വലിയൊരു രസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ വിഷയത്തെക്കുറിച്ച് നൗഷാദിനോട് തന്നെ ഫോൺ ചെയ്ത് ചോദിച്ചു. അതായത് കറാമത്ത് പരസ്യമായിട്ട് അങ്ങനെ എല്ലാ കറാമത്തും പറയാൻ പാടില്ല എന്ന് ഷെയ്ഖ് പറഞ്ഞല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഫോൺ സംഭാഷണം നടത്തി ഏതോ ഒരു സുഹൃത്ത്. അപ്പോൾ അതിന് നൗഷാദ് കിടന്ന് ഉരുളുന്ന ആ ഒരു രംഗം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. നേരത്തെ പറഞ്ഞാണല്ലോ, ഞാൻ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ടല്ലോ. അല്ല നമ്മൾ കേട്ട് അതിനെന്തായാലും സംശയം. സംശയം എപ്പോഴും ബാക്കിയാണ്, അതുകൊണ്ട് ചോദിച്ചത്. ഒരു സംശയം ബാക്കിയില്ല. അത് രണ്ടും രണ്ടായിട്ട് പണ്ടേ നമ്മൾ പറഞ്ഞു. എന്താ സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടാവും നമ്മളെ മശായിഖന്മാരെ ഹാസ്യ മജ്‌ലിസിൽ എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടാവും. സംഭവം സാധാരണ സംഭവം അസാധാരണ സംഭവം ഏത് സംഭവമാണ്? രണ്ടും സംഭവിക്കും. അസാധാരണ സംഭവങ്ങൾ ഉണ്ടാവും. സാധാരണയായിട്ട് അവരോട് നമ്മൾ കറാമത്തയിൽ പെടൂലേ? കറാമത്തയിൽ പെടൂല. കറാമത്ത് അങ്ങനെ ഖാസായി സംഭവിക്കുന്ന സംഭവങ്ങളെ അസാധാരണ സംഭവം പെടും പറഞ്ഞില്ലേ? അസാധാരണ സംഭവം എന്ന് പറഞ്ഞാൽ കറാമത്തെ അസാധാരണ സംഭവം ഉണ്ടാവുള്ളൂ അല്ലല്ലോ. അവര് പൊതുവായിട്ടൊന്നും സംസാരിക്കാത്ത രൂപത്തില് മശായിഖന്മാർ ഖാസായി അവരെ ഉന്നതമായ മർത്തബകളെ സംബന്ധിച്ച് പറഞ്ഞുതരും, വിശദീകരിച്ച്. അതൊക്കെ ഖാസായ സംഭവങ്ങൾ തന്നെയൊക്കെയാണ്. അതിലിപ്പോ പ്രത്യേകമായിട്ട് വന്ന് മറ്റു മശായിഖന്മാര് പറഞ്ഞു തരുന്നുണ്ടോ? എന്തെല്ലാം ഉണ്ടോ? അവിടെയല്ലേ ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത്. നിങ്ങള് ഖാസായ ഒരു മജ്‌ലിസിൽ ഇരുത്താത്തിന് നമ്മൾ ഉത്തരവാദിയാ? ഒരു ദിവസം അതല്ല, ഒരു ദിവസം അങ്ങനെ അപ്പൊ നമ്മള് ചോദ്യം, അങ്ങനെ അസാധാരണ സംഭവമാണ് ഈ നിങ്ങൾ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ മുമ്പ് വിശദീകരിച്ച് പറഞ്ഞ, അങ്ങനെ ഷറഹ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? എങ്ങനെ ഷറഹ്? നിങ്ങൾ പറഞ്ഞ മഹാന്മാരെ ഖാസായ മർത്തബ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. അതായത് അതൊന്ന് പറയോ? അതൊക്കെ എത്രയും പറയാം. ഇവിടെ പറഞ്ഞത് അങ്ങോട്ട് പറഞ്ഞത് കേൾക്കും. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. അതായത് നമ്മള് മശായിഖന്മാരെ ഹദറത്തിൽ ഖാസായി രാത്രിയൊക്കെ ഞങ്ങൾ ഇരിക്കലുണ്ട്. ആ ഇരുത്തത്തിൽ നടക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും. ഈ സംഭവങ്ങളിൽ അവരുടെ മർത്തബകളും സ്ഥാനങ്ങളും കാര്യങ്ങളും അവരുമായുള്ള ഇസ്തിഗാസയും പാട്ടും അത് ഭയങ്കര സംഭവിക്കാരം. അതൊന്നും പുറത്തു പറയാനുള്ള യാതൊരു അനുമതി ഉണ്ടാവില്ല. അതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ അവസ്ഥ? ഒരിക്കലും പറയില്ല. അതാണ് ഈ വിഷയം കേട്ടോ. അല്ല, അത് പറയാൻ പാടില്ല. അപ്പൊ നൗഷാദ് കിടന്ന് ഉരുളുന്നത് നിങ്ങൾ കേട്ടല്ലോ. ഇതിലൊരു കാര്യവും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. ഇവരുടെ മജ്‌ലിസിൽ എന്തൊക്കെയോ സംഭവം, ഷറയിനെതിരെ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് നൗഷാദിൻ്റെ ഈ മറുപടിയിൽ നിന്നും വ്യക്തമാണ്. നേരത്തെ ഇദ്ദേഹം CM വലിയുല്ലാഹിയെക്കുറിച്ച് പറഞ്ഞ കെട്ടുകഥ, ആ കെട്ടുകഥയിലും പ്രധാനമായി പറഞ്ഞത് സ്ത്രീകളെക്കുറിച്ചാണ്.
സ്ത്രീകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ പറഞ്ഞത് അവരുടെ പ്രത്യേക മജ്ലിസിൽ പല സംഭവങ്ങളും നടക്കാറുണ്ട്, അതൊന്നും പുറത്തു പറയാൻ പറ്റാത്ത സംഭവങ്ങളാണ് എന്നും പറയുന്നു. ഇനി ഒരു കുരുവട്ടൂർ മുരീദിൻ്റെ ഒരു സംഭാഷണവും കൂടെ നമുക്ക് കേൾക്കാം. ഇർത്തീനി മാത്രല്ലടോ, പെണ്ണുങ്ങൾ ഷെയ്ഖുനാക്ക് നല്ലോണം ഹിദമകൾ എടുത്തു കൊടുത്തീനി. ഷെയ്ഖുനാനെ പറ്റി പഠിക്കേ. ഷിയാ മുസ്ലിയാരൊക്കെ അറിയോ? നിങ്ങളെ ആൾക്കാരവിടെ വലിയ നേർച്ച അടുത്തുണ്ടല്ലോ. എടോ, ഷിയാ മുസ്ലിയാർ ചുറ്റോട്ടും 3-4 യുവതികളേനിടോ, അന്യ സ്ത്രീകൾ നിങ്ങൾ പറയുന്ന ആൾക്കാര്. മനസ്സിലായോ? നഫീസമാരും ആയിഷമാരും. എന്തിനെ? പൗഡർ ഇട്ട് കൊടുക്കാനും ഉയ്യാനും കുളിപ്പിക്കാനും. എന്നിട്ടെന്താ പാപ്പാക്ക് അത് പിന്നെ പെണ്ണായിട്ടാ തോന്നി. അന്നെപ്പോലെ വൃത്തികെട്ട മനസ്സാ പാപ്പാന്റെ മനസ്സ്. അന്നെപ്പോലത്തെ വൃത്തികെട്ട മനസ്സാ മടവൂർ ഷെയ്ഖുനാന്റെ മനസ്സ്. ഉള്ളിപ്പുണ്ടല്ലോ. എടോ, മഹാനരായ റിഫായി ഷെയ്ഖ് റളിയല്ലാഹുവിനെ പറ്റി അന്നത്തെ നിന്റെയും അന്റെ മുതുമുത്തപ്പൻ സുഹുലുലമകൾ പറഞ്ഞിനാ യാമൻ ജമാ ബൈനൻ നിസാഇ ബൈന റിജാലി വൻ നിസാ എന്ന്. മനസ്സിലായോ? അതേ ആരോപണ മടവൂർ ഷെയ്ഖുനാനോട് റിഫായി ഷെയ്ഖ് അങ്ങനെ ചെയ്തിരുന്ന അന്നത്തെ കിതാബിൽ എഴുതി വെച്ചേ. ഇജെന്താ പറയണേ? വഹാബി, കടുത്ത വഹാബി, വെള്ളിയും കെട്ടി നടക്കുന്നു ആളുകളെ പേപ്പിക്കാൻ. അപ്പോൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ സംശയിക്കുന്നത്. കാരണം പുറത്തു പറയാൻ പറ്റാത്ത പല സംഭവങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഏതോ ആവട്ടെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പേരുടെ ഉസ്താദ് പണ്ട് പറഞ്ഞ വിഷയങ്ങളിലേക്ക് അവർ വണ്ടി കയറി വരുന്നുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അപ്പോൾ എന്താണ് കറാമത്ത് എന്നുള്ളതും എന്താണ് കറാമത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസം എന്നുള്ളതും പേരുടെ ഉസ്താദ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് സാവധാനം ഇരുന്ന് കേട്ടാൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഇതിൻ്റെ ശേഷം ഞാനത് ചേർക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യം മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സജ്ജനങ്ങളായ ആളുകൾ മുഖേന ഉണ്ടാകുന്ന വെല്ലുവിളി സ്വഭാവമില്ലാത്ത അത്ഭുത കാര്യങ്ങളാണ്, അസാധാരണ സംഭവങ്ങളാണ്. വെല്ലുവിളി സ്വഭാവമില്ലാത്തതെന്ന് ഞാൻ പറയാൻ കാരണം ഏറ്റവും വലിയ സാലിഹ്യങ്ങളാണല്ലോ അമ്പിയാക്കൾ. പക്ഷേ അവരിലൂടെ ഉണ്ടാകുന്ന അത്ഭുത സിദ്ധികൾക്ക് ഒരു വെല്ലുവിളി സ്വഭാവം ഉണ്ടാവും. അത് നേരിടാൻ വേറെ ആർക്കും കഴിയില്ല. നേരിടാൻ കഴിയുമോ എന്ന ഒരു വെല്ലുവിളി സ്വഭാവം ഉണ്ടാവും. ആ സ്വഭാവം ഔലിയാക്കളുടെ കറാമത്തിന് ഉണ്ടാവുകയില്ല. അവർ നബിയാണെന്ന് വാദിക്കുകയും ഇല്ല. അപ്പോൾ നബിയാണെന്ന് പറയാതെ സജ്ജനങ്ങളായി വരുന്ന മഹാന്മാർ, അവരിലൂടെ ഉണ്ടാകുന്ന അത്ഭുത സിദ്ധികളാണ് കറാമത്ത്. ഏത് കറാമത്തുകളും അള്ളാഹുവിന് ഒരാൾക്ക് കൊടുക്കാം. അങ്ങനെയാണല്ലോ. അള്ളാഹു തന്നെ ഖുർആനിൽ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അള്ളാഹു കണക്കില്ലാതെ കയ്യും കണക്കില്ലാതെ എത്രയും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന കറാമത്തെ ഉണ്ടാകാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് പറയാൻ നിർവാഹമില്ല, പ്രത്യേകം ചില കാര്യങ്ങൾ അല്ലാതെ. പ്രത്യേകം ചില കാര്യങ്ങളല്ലാതെ എന്ന് ഞാൻ പറയാൻ കാരണം, ഇപ്പോൾ ഒരാൾ വന്നിട്ട് മൊയ്ജിയത്തായ കാര്യങ്ങളൊക്കെ കറാമത്തായിട്ട് ഉണ്ടാകാൻ കൊണ്ട് ഞാൻ മിറാജ് കഴിഞ്ഞിട്ട് വരികയാണ്, നിസ്കാരം 5 റക്അത്തുള്ളത് ഞാൻ പോയപ്പോൾ 4 ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടില്ല. അയാൾക്കങ്ങനെ അധികാരമില്ല, പറയാൻ അധികാരമില്ല, പറഞ്ഞാൽ കള്ളനാണെന്ന് നമ്മൾ ഇരിക്കുകയും ചെയ്യും. ഇനി ഒരുപക്ഷെ നമ്മളെ മുമ്പ് നേരം ആകാശത്തേക്ക് കയറി പോയാലും നമ്മൾ പറയുവാൻ കള്ളനാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച 5 നേരത്തെ നിസ്കാരത്തിൽ 100 റക്അത്തെങ്കിലും നിഷേധിച്ചാൽ അവൻ കള്ളം മാത്രമല്ല, കള്ളനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാസിക്കേ ആവുള്ളൂ, അവൻ ഇസ്ലാമെന്ന് തന്നെ പുറത്താണ്. അപ്പോൾ അദ്ദേഹം കാണിക്കുന്ന അത്ഭുതങ്ങളൊന്നും കറാമത്തായിട്ട് എണ്ണൂല. ദജ്ജാലി എന്ന് പറയുന്ന ഒരു വിദ്വാൻ അവസാന നാളിൽ വരുന്ന ഹദീസിലുണ്ട്. അവൻ വലിയ അത്ഭുതങ്ങൾ കാണിക്കും, മരിച്ചവരെ ഹയാത്താക്കി വരെ കാണിച്ചു തരും. അതുകൊണ്ട് അവൻ വലിയ ആവില്ല, പിന്നെ നബിയാവില്ല എന്ന് പറയേണ്ടിയില്ലല്ലോ. ദൈവമാണെന്നാണ് അയാൾ ബാധിക്കുക. അതിനെക്കാളും വലിയൊരു ബാധം പിന്നെ വരാനുമില്ല. അയാൾ ദൈവമാവില്ല, നബിയാവില്ല, വലിയ ആവില്ല, ഒന്നും ആവില്ല. അവൻ എ ക്ലാസ് ദജ്ജാലാണ്. ദജ്ജാൽ എന്ന് പറഞ്ഞാൽ കബളിപ്പിക്കുന്നവൻ, സത്യവും അസത്യവും കൂട്ടിക്കലർത്തി ആളുകളെ കബളിപ്പിക്കുന്നവൻ, അവർക്കാണ് ദജ്ജാൽ എന്ന് പറയുന്നത്. അപ്പോൾ ദജ്ജാൽ അത്ഭുതം കാണിക്കും. അത്ഭുതത്തിൻ്റെ പിന്നാലെ ഒന്നും നമുക്ക് പോകാൻ പറ്റില്ല. അത്ഭുതം പലരും പല നിലക്കും കാണിക്കും. കറാമത്ത് നിഷേധിക്കുന്നവർ മുഅ്തസിലത്താണ്, സുന്നത്തി ജമാഅത്തിൻ്റെ വിരോധികളാണ്. വഅസ്ബിതൻ ലിൽ ഔലിയൽ കറാമ വമൻ നഫഹ ഇംബിദൻ കലാമ എന്ന് ഇബ്രാഹിം ലഖാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കറാമത്ത് വിശ്വസിക്കൽ നിർബന്ധമാണ്. ഔലിയാക്കൾക്ക് കറാമത്തുണ്ട് എന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. അതില്ലെന്ന് പറഞ്ഞവർ പുത്തൻവാദികളായ മുഅ്തസിലത്താണ്.
ഔലിയാക്കളിൽ ഒരുപാട് മഹാന്മാരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രമുഖരാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അസ്ഹാബുൽ കഫ്, സൂറത്തുൽ കഫ്. അവർ ചെന്നുകൂടിയ ഒരു ഗുഹ, ആ ഗുഹയെ സൂചിപ്പിക്കുന്ന പേരാണ് സൂറത്തുൽ കഫ്. അവർ ഔലിയാക്കളായി. സബഅത്തുൻ വസാമിനുഹും കൽബുഹും, 7 ഔലിയാക്കൾ. അവരെ സ്നേഹിച്ച, അവരുടെ കൂടെ നിന്ന ഒരു നായകി. ഖുർആൻ നായകയും എടുത്തു പറഞ്ഞു. കാരണം ഔലിയാക്കളെ കൂടെ സ്നേഹിച്ചാൽ അവരുടെ കൂടെ തന്നെയാണ്. അത് എവിടെയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് നായയായാലും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എത്ര ബഹുമാനമില്ലാത്ത ജീവിയായാലും. അപ്പോൾ ഔലിയാക്കൾക്ക് അവരുടെ കറാമത്ത് സൂറത്തുൽ കഫിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. അതുപോലെ സൂറത്തുൽ കഫിൽ തന്നെ മറ്റൊരു മഹാനെ പറ്റി പറയുന്നുണ്ട്, ദുൽഖർനൈനി റളിയല്ലാഹു അൻഹു. ദുൽഖർനൈനി റളിയല്ലാഹു അൻഹു വലിയ ഔലിയാക്കളിൽ വലിയ മഹാനായിരുന്നു. മഹാനവറുകളുടെ വലിയ കറാമത്തുകൾ പറയുന്നത്. സൂറത്തുൽ കഫ് കഴിഞ്ഞ് ഇങ്ങോട്ട് താഴോട്ട് വരുമ്പോൾ സൂറത്ത് മറിയം സൂറത്തിൽ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ കറാമത്ത് പറയുന്നുണ്ട്. മറിയം ബീവി റളിയല്ലാഹു അൻഹ വലിയത്തായ ഒരു സ്ത്രീയായിരുന്നു. കാരണം അമ്പിയാക്കൾ മുർസലീങ്ങളിൽ പുരുഷന്മാരല്ലാതെ ഉണ്ടായിട്ടില്ല. അതിന് പല കാരണങ്ങളുണ്ട്, അതിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. അപ്പോൾ മറിയം ബീവിയുടെ കറാമത്ത് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു കറാമത്തായിരുന്നു മഹദിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ കൊടുത്ത വലിയൊരു അനുഗ്രഹം. ഭർത്താവില്ലാതെ കുട്ടിയുണ്ടായി. ഇനിയിപ്പോൾ ആരെങ്കിലും ഒരാൾ മറിയം ബീവിനെ പോലത്തെ കറാമത്ത് എനിക്കുണ്ടായി എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീ ഗർഭിണിയായി ഒരു കുട്ടീനെയും കൊണ്ട് വന്ന് ഭർത്താവില്ലാതെ, എന്നാൽ ഇസ്ലാമിക ശരീഅത്ത് അവളെ ശിക്ഷിക്കുകയല്ലാതെ രക്ഷിക്കൂല. അപ്പോൾ എല്ലാം പഴയ കാലത്ത് അങ്ങനെയൊക്കെ കറാമത്തുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇവിടെ വകവെച്ച് കൊടുക്കില്ല. മുസ്ലിം പണ്ഡിതന്മാർ വകവെച്ച് കൊടുക്കില്ല. അതിനൊക്കെ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡത്തിനപ്പുറം ഒന്നും വകവെച്ച് കൊടുക്കില്ല. വകവെച്ച് കൊടുക്കാൻ നിവൃത്തിയില്ല. പണ്ഡിതന്മാരെ കുത്തകയൊന്നുമല്ല, വകവെച്ച് കൊടുക്കാൻ നിവൃത്തിയില്ല. ഇസ്ലാമിക ശരീഅത്തിന് എല്ലാ വിഷയത്തിലും നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അറിയാതെ നമ്മൾ ഒരു വിഷയത്തിലും ചാടി വീഴരുത്. ഈ അടുത്ത് ഒരാൾ എന്നോട് പറഞ്ഞു, പലരും സുന്നത്ത് ജമാഅത്ത് നിന്ന് എന്നെ തെറ്റിദ്ധരിക്കുന്നു. അപ്പോൾ എന്താ കാരണം? ചില കറാമത്തുകൾ ചിലർ ക്ലാസ്സിലും പ്രസംഗത്തിലൊക്കെ പറയും, അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് ആളുകൾ മാറിപ്പോകുന്നു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. ചില കറാമത്ത് കഥകൾ പറയാണ്. അവിടെ ഒരു കാര്യം നമുക്ക് പറയാനുണ്ട്. ആരെങ്കിലും ഒരാളൊരു കറാമത്ത് കഥ പറഞ്ഞാൽ അത് വിശ്വസിക്കാത്തത് കൊണ്ട് ഒരാൾ സുന്നത്ത് ജമാഅത്ത് പുറത്തുമില്ല. ഏത് വിഷയവും വിശ്വസിക്കണമെങ്കിൽ അതിന് ശറഇൻ്റെ അടിസ്ഥാനത്തിൽ തെളിവുകൾ വേണം. തെളിവില്ലാതെ ഒരാൾ പറയുന്നത് വിശ്വസിക്കേണ്ടതില്ല. കറാമത്ത് ഉണ്ടാകാം എന്നതുകൊണ്ട് ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല. ഉണ്ടായി എന്ന് പറയണമെങ്കിൽ അതിന് തെളിവ് വേണം. തെളിവ് എന്ന് പറയുന്നത് ഇസ്ലാമിക ശരീഅത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവ് എന്ന് പറയുന്നത് എന്താണോ അങ്ങനെയുള്ള തെളിവുകൾ. ഇല്ലെങ്കിൽ വിശ്വസിക്കണമെന്നില്ല. ഉണ്ടായിരിക്കാം, ഇല്ലാതിരിക്കാം, അത് വേറെ വിഷയം. വിശ്വസിക്കണം എന്നില്ല. വിശ്വസിക്കുക എന്നത് ഒരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം. ഖുർആനിൽ അല്ലാഹു തആല ഒരു കാര്യം പറഞ്ഞാൽ വിശ്വസിച്ചില്ലെങ്കിൽ അവൻ മുസ്ലിം ആവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ട് വിശ്വസിച്ചില്ലെങ്കിൽ അവൻ മുസ്ലിം ആവില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഅസൂമായ നബി തങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല, പിന്നെ അവൻ മുസ്ലിമാണ്. ഇതുപോലെ നീതിമാന്മാരാണ് എന്നതിൽ തർക്കമില്ലാത്ത കക്ഷികളാണ് സഹാബികൾ. സഹാബികൾ ഒരു കാര്യം പറഞ്ഞാൽ അത് കളവാവില്ല. അവർ പറയുന്നത് സത്യമായിരിക്കും. കാരണം അവർ എല്ലാവരും നീതിമാന്മാരാണ്. ഖുർആൻ കുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന, എല്ലാവർക്കും ഉള്ള സ്വർഗം കൊടുക്കാൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെ പറഞ്ഞ ഒരു മഹാന്മാരാണ് സഹാബ്. ആ സഹാബത്തിൽ ഒരാളെ എങ്കിലും ഒരു മനുഷ്യൻ ഇകഴ്ത്തി പറഞ്ഞാൽ അവൻ്റെ വാക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അവൻ ഫാസിഖാണ്, അവൻ മുബത്തദിയാണ്, അവൻ്റെ വാക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും അബൂ സുഫ്യാൻ റളിയല്ലാഹു അൻഹുവിനെയും ഒക്കെ നിന്ദിച്ച് പറയുന്ന ചില ആളുകൾ വലിയ കറാമത്തിൻ്റെ ആളുകളായി, വലിയ ശൈഖന്മാരായി ചിലർ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അവർ
തീരെ വിവരമില്ലാത്തവരും അവർ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് എൻ്റെ ആശയത്തിൽ നിന്ന് പുറത്തു പോകുന്നവരുമാണ്. സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ലാ തസുബ്ബു അസ്ഹാബി, എൻ്റെ സഹാബത്തിനെ നിങ്ങൾ കുറ്റം പറയരുത്, ചീത്ത വിളിക്കരുത്, തെറി പറയരുത്, നിന്ദിക്കരുത്. നിങ്ങൾ ഒരു ഉഹദ് പർവ്വതത്തിൻ്റെ അത്ര തന്നെ സ്വർണം കൊടുത്താലും അവർ കൊടുത്ത ഒരു മുദ്ദ് എൻ്റെ സ്ഥാനത്ത് നിൽക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ സഹാബത്തിൽപ്പെട്ട ആരെയും, സഹാബത്തിൽ ഒരുപാട് പ്രഗത്ഭരായ സഹാബികൾ, അതിലൊരാളെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുതൽക്ക് വഹ്ശി റളിയല്ലാഹു അൻഹു വരെ. വഹ്ശി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ആരാ? അറിവില്ലാത്ത കാലത്ത് ഇസ്ലാമിൻ്റെ എതിരാളിയായിരുന്നപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന ആളാണ്. പക്ഷേ പിന്നീട് വഹ്ശി റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നു. ഈമാനോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരു സെക്കൻഡെങ്കിലും ഒരാൾ പങ്കെടുത്താൽ അദ്ദേഹത്തിന് കിട്ടുന്ന ആത്മീയമായ പവർ ലോകത്ത് അമ്പിയാക്കൾക്ക് ശേഷം വേറെ ആർക്കും കിട്ടൂല. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, വലിയ കറാമത്തുള്ള വലിയ നീതിമാനായ ഭരണാധികാരിയായിരുന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. വലിയ കറാമത്തുള്ള ഖിദ്ർ നബി അലൈഹി സ്വലാമിൻ്റെ കൈ പിടിച്ചു പോയ ആൾ. ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനാണോ കൂടുതൽ ബഹുമാനം, അല്ലെങ്കിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിനാണോ എന്ന് അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു. അബ്ദുല്ലാഹിൽ മുബാറക് എന്ന് പറഞ്ഞാൽ വലിയ മഹാനായ പണ്ഡിതനും വലിയ ആത്മീയ ചൈതന്യമുള്ള വ്യക്തിയും വലിയ യോദ്ധാവും എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു മഹാപണ്ഡിതനാണ് അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ, ഒരു കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാളിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു അതിലങ്ങ് പോകുമ്പോൾ ഒരാൾ ഈ കണ്ണിന് കാഴ്ചയില്ലാത്ത ആളോട് വിളിച്ചു പറഞ്ഞു, അബ്ദുല്ലാഹിൽ മുബാറക് അതാ പോന്ന്, നിങ്ങളെ കണ്ണിൻ്റെ കാഴ്ചയില്ലാത്ത മൂപ്പരോട് പറഞ്ഞാൽ മതിയാണ്. അപ്പോൾ ഉടനെ ഇയാൾ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കണ്ണിന് കാഴ്ച കിട്ടണോ എന്നാണ്. അപ്പോൾ അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു മേൽപോട്ടൊന്ന് കണ്ണുയർത്തി താഴേക്ക് തല താഴ്ത്തുമ്പോഴേക്ക് അയാൾക്ക് കണ്ണിന് കാഴ്ച കിട്ടി. അത്ര വലിയ കറാമത്തുള്ള ആളാണ് അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു. ആ അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചതാണ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനാണോ ബഹുമാനം, മുആവിയ റളിയല്ലാഹു അൻഹുവിനാണോ? മഹാനവറുകൾ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ പ്രവർത്തിച്ച ആളാണ്, ജീവിച്ച ആളാണ് മുആവിയ റളിയല്ലാഹു അൻഹു. ആ മുആവിയ റളിയല്ലാഹു അൻഹു തത്സമയം യാത്ര ചെയ്ത കുതിര, ആ കുതിരയുടെ മൂക്കിലുള്ള പൊടി, ആ മൂക്കിലെ പൊടി 1000 മടങ്ങ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ബഹുമാനമുള്ളതാണ് എന്ന്. മുആവിയ റളിയല്ലാഹു അൻഹുവിന് ബഹുമാനമെന്നല്ല പറഞ്ഞേ, മുആവിയ റളിയല്ലാഹു അൻഹു സഞ്ചരിച്ച കുതിരൻ്റെ മൂക്കിലെ പൊടിക്ക് 1000 മടങ്ങ് ബഹുമാനമുണ്ട്. എന്നിട്ട് പറഞ്ഞു, മുആവിയ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ ബേക്കെന്ന് റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറഞ്ഞ ആളാ. ആ ഒരു ബഹുമാനം ആർക്ക് കിട്ടാനാണ് എന്ന് ചോദിച്ചു. അപ്പോൾ വളരെ വിശദമായി ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ബഹുമാനം പറയാൻ വേണ്ടി മാത്രം ഒരു കിതാബ് രചിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് തത്ഹീറുൽ ജനാൻ. അതിൽ വിശദമായി ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇരിക്കട്ടെ, ഞാനത് പറയാൻ കാരണം മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിച്ച് ഷിയ വിശ്വാസം കേരളത്തിൽ പ്രചരിപ്പിക്കാനുള്ള ചില നീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഈ അടുത്ത് എനിക്കൊരാൾ കേൾപ്പിച്ചു തന്നു, അലിയെ നീ പുലിയാണ്, പുലിയെ നീ അലിയാണ് എന്നൊരു പാട്ട്. ഒക്കെ ഈ ഷിയാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്ന ചില സിദ്ധാന്തങ്ങളാണ്. അലി റളിയല്ലാഹു അൻഹു യുദ്ധരംഗത്തൊക്കെ പുലിക്ക് സമാനമായി പറയപ്പെടുന്ന ആളാണ്. പക്ഷെ അതുകൊണ്ട് പുലി അലിയാവില്ല. പുലി തന്നെയാണ്. പുലി മുക്കല്ലഫും അല്ല. പിന്നെ അതൊരു ആലങ്കാരികമായി പാടിയതാണ് എന്ന് വേണമെങ്കിൽ ആർക്കെങ്കിലും പറയാം. പക്ഷേ ആ പാട്ടിൻ്റെ അവസാനത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ, ഇസ്ലാമിന് അംഗീകരിക്കാൻ പറ്റാത്ത വിശ്വാസങ്ങൾ ആ പാട്ടിൻ്റെ ആളും ആ പാട്ടുകാർ ബഹുമാനിച്ച് ഇരുത്തിയിട്ടുള്ള ആളും പറഞ്ഞതായി നമുക്ക് രേഖ കിട്ടിയിട്ടുണ്ട്. അതുപോലെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കുന്ന വാചകങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയ അറിവില്ലാത്ത ചില വിദ്യാർത്ഥികളിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം ആ മനുഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ വിശ്വാസം പകർന്നതാണ്. അത് വളരെ വിശദമായി പറയേണ്ട ഒരു കാര്യമാണ്.
അദ്ദേഹം വേറെയും അബദ്ധജടിലമായ ചില വാചകങ്ങൾ പറഞ്ഞതായി നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഏത് അത്ഭുതം ആര് കണ്ടാലും അത്ഭുതത്തിൻ്റെ പേരിലൊന്നും ഒരാളെ നമുക്ക് മഹാനായി പ്രഖ്യാപിക്കാൻ നിവൃത്തിയില്ല എന്നത് അടിസ്ഥാനപരമായി നാം ഓർത്തിരിക്കണം. മറ്റൊരു കാര്യം, കറാമത്ത് എന്ന പേരിൽ നമ്മൾ ഒരാൾക്ക് ഒരു കറാമത്ത് ഉദ്ധരിക്കുമ്പോൾ അത് കറാമത്താണോ ഇസ്തിദ്രാജാണോ? അത് കറാമത്താണോ ഇഹാനത്താണോ? അത്ഭുതങ്ങളൊക്കെ കറാമത്തല്ല. ദജ്ജാലിൻ്റേത് കറാമത്തല്ലല്ലോ, അത്ഭുതമല്ലേ. എന്താ കാരണം? ഈമാനും തഖ്വയും ഇല്ലാത്ത ആളിൽ നിന്നുണ്ടാകുന്ന അത്ഭുതം അത് കറാമത്തായിട്ടെണ്ണൂല, അത് കറാമത്തായിട്ടെണ്ണാൻ പറ്റില്ല. ഇതുപോലെ വേറെയും ഒരുപാട് സംഗതികളുണ്ട്. സാധാരണ ജനങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ചില അത്ഭുതങ്ങളൊക്കെ ഉണ്ടാവും. അതിന് മഅൂനത്ത് എന്നാണ് സാങ്കേതികമായിട്ട് പറയുന്നത്. മഅൂനത്ത് നാടന്മാർക്ക് തന്നെ ചിലപ്പോൾ ചില കറാമത്താന്ന് തോന്നുന്ന ചില സംഭവങ്ങൾ, അത്ഭുതകരമായ സംഭവങ്ങൾ ഉണ്ടാവും. അതിന് മഅൂനത്ത് എന്ന് പറയുന്നത്, കറാമത്തൊന്നും പറയില്ല. അതുപോലെ തഖ്വയില്ലാത്ത ആളുകളിൽ നിന്നുണ്ടാകുന്ന അത്ഭുതങ്ങൾക്ക് ഇസ്തിദ്രാജ് എന്നാണ് പറയാം. അവർ അല്ലാഹു തആല കെണി കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്ന ചില അത്ഭുതങ്ങളുണ്ടാവും. അതൊന്നും കറാമത്തായിട്ടുണ്ടല്ല. എങ്ങനെ വന്നാലും ഇനിയിപ്പോൾ ഒരു വലിയ മഹാൻ തന്നെയാണെങ്കിലും ഒരാളെ സംബന്ധിച്ച് നമ്മൾ ഒന്ന് പറയുമ്പോൾ അതിന് വ്യക്തമായ തെളിവ് ലഭിക്കണം. തെളിവില്ലാതെ പറയാം. അപ്പോൾ ആരെങ്കിലും ഒരാൾ പറയുന്നത് കേട്ടി നമ്മളും പറയാം, അങ്ങനെ പറയാൻ പാടില്ല. അതിൻ്റെ പേരാണ്, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചത്. കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. കേൾക്കുന്നൊക്കെ പറയാം, അങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ നമുക്കറിയാത്തത്, ലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, അറിവില്ലാത്തത് പറയാൻ പാടില്ല. അപ്പോൾ ഒരു വലിയ മഹാൻ, ആ മഹാനെ സംബന്ധിച്ച് അദ്ദേഹം മഹാനാണ് എന്നതിന് നമുക്ക് തെളിവുകൾ ലഭിച്ച്, അല്ലെങ്കിൽ ആലിമീങ്ങൾക്ക് തെളിവ് ലഭിച്ച് ആലിമീങ്ങൾ അദ്ദേഹം ഒരു മഹാനാണ് എന്ന് പറഞ്ഞാൽ നമുക്കും അദ്ദേഹം മഹാനാണെന്ന് വിശ്വസിക്കാം. ആലിമീങ്ങളാണല്ലോ പറയുന്നത്. അങ്ങനെയാണല്ലോ. ഫസലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ. നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കണം. അപ്പോൾ ആലിമീങ്ങൾ ഒരാളൊരു മഹാനാണ്, ഞാൻ മഹാനാണെന്ന് വിചാരിക്കാം. പക്ഷെ അങ്ങനെ വിചാരിച്ചത് കൊണ്ട് ആലിമീങ്ങൾ പറയുന്നത് ബാഹ്യമായ തെളിവനുസരിച്ചായി. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അയാൾ മഹാനല്ല എന്ന് ഈ ആലിമിയൊക്കെ ബോധ്യപ്പെട്ടാൽ അയാൾ മഹാനല്ല എന്നും പറയും. അന്നേരവും നമ്മൾ ആലിമികളെ പിന്തുടരണം. പിന്നെ അന്നേരത്ത് പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ മാറ്റി പറഞ്ഞാണെന്ന് പറയാൻ പറ്റില്ല. ബോധ്യപ്പെട്ടതനുസരിച്ചേ പറയാൻ പറ്റുള്ളൂ. ഒരാളെ വെറുതെ കുറ്റം പറയാനും പറ്റില്ല. അപ്പോൾ ആദ്യം പറഞ്ഞതോ, ആദ്യം പറഞ്ഞ അന്നേരം എങ്ങനെയാണ് ബോധ്യപ്പെട്ടെ, പിന്നെ പറഞ്ഞതോ, പിന്നെ ഇപ്പം ഇങ്ങനെയാണ് ബോധ്യപ്പെട്ടതനുസരിച്ച് പറയാനേ പറ്റുള്ളൂ. അങ്ങനെയല്ലാതെ ആലിമീങ്ങൾക്കും കറാമത്ത് കൊണ്ട് പറയാൻ കഴിയില്ല. കറാമത്ത് കൊണ്ട് പറഞ്ഞാലും അതിന് വിലയുമില്ല. ബഹുമാനപ്പെട്ട ഇബ്നു ദഖീഖുൽ ഈദ് റളിയല്ലാഹു അൻഹു എൻ്റെ മുമ്പിൽ ഒരു കേസ് വന്നു. ജഡ്ജിയായിരുന്നു. ഇബ്നു ദഖീഖുൽ ഈദ് റളിയല്ലാഹു അടുക്കൽ വന്ന കേസ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പശു, അതിന് അവകാശ തർക്കമാണ്. ഒരാൾ പറഞ്ഞു ഈ പശു എൻ്റെതാണ്, മറ്റേയാൾ പറഞ്ഞു അയാളതല്ല എൻ്റെതാണ്. അപ്പോൾ ഇയാളോട് ചോദിച്ചത് നിങ്ങളെന്നല്ല എന്താ തെളിവ്? എൻ്റെ കൈവശത്തിലായുള്ളത് എന്നെ തെളിവ്, എൻ്റെതാണെന്ന്. എൻ്റെ കൈവശത്തിലുള്ള പശു പിന്നെ അയാളതാവോ? കൈവശം തന്നെയാണ് തെളിവുന്നത്. അത് കളവായിരുന്നു. കൈവശം ഉണ്ട് ശരിയാണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ നല്ലത് സാധനം. അപ്പോൾ ഇബ്നു ദഖീഖുൽ ഈദ് റളിയല്ലാഹു അൻഹുവിന് കളവ് മുഖത്തോക്കി പറഞ്ഞപ്പോൾ ദേഷ്യം പിടിച്ചു. നിൻ്റെതാണ് പശു എന്ന് നീ പറയുന്നത് ശരിയല്ലെങ്കിൽ അതിൻ്റെ കൊമ്പ് നിൻ്റെ കണ്ണിലൂടെ പുറത്തു വരട്ടെ എന്നാണ്. അപ്പോൾ കണ്ണിൻ്റെ കൂടെ ഒരു കൊമ്പ് ഇങ്ങോട്ട് വന്നു. അയാളങ്ങനെ തന്നെ മരിച്ചു ആ മനുഷ്യൻ. അപ്പോൾ ഇബ്നു ദഖീഖുൽ ഈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദായ ഇസുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു ഇതറിഞ്ഞു. അപ്പോൾ മൂപ്പരെ ജഡ്ജി സ്ഥാനത്തുനിന്ന് ഡിസ്മിസ് ചെയ്തു, പുറത്തേക്ക്. എന്താ കാരണം? എന്താ കാരണം? കറാമത്ത് കൊണ്ട് വിധി പറയാൻ പാടില്ല. വിധി പറയുമ്പോൾ സാക്ഷി വിസ്താരം നടത്തി തെളിവ് നോക്കിയിട്ടേ വിധി പറയാൻ പാടുള്ളൂ ജഡ്ജി. കറാമത്ത് വേറെ വിഷയം. കറാമത്ത് കൊണ്ട് തീരുമാനം എടുക്കാൻ പാടില്ല. അങ്ങനെയാണ് നിയമം. അതുകൊണ്ടാണല്ലോ അല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേസിൽ തങ്ങൾ മുമ്പ് കേസെല്ലാം വരുമ്പോൾ മുജീദത്തോണ്ട് തെളിവ് പറഞ്ഞാൽ പോരെ? അതില്ല, മുജീദത്തോട് പറയില്ല. കേസ് ശരിക്കും വിചാരണ ചെയ്തിട്ട് സാക്ഷി വിസ്താരം നടത്തിയിട്ടാണ് തെളിവ്. അങ്ങനെയേ പറയാൻ പാടുള്ളൂ, ജഡ്ജിമാരത്രേ പറയാൻ പാടുള്ളൂ. അപ്പോൾ ആലിമീങ്ങൾക്ക് തെളിവുകൾ നോക്കി പറയാനേ പറ്റുള്ളൂ, അങ്ങനെ പറയാൻ പാടുള്ളൂ. കറാമത്ത് കൊണ്ട് പറഞ്ഞാൽ സ്വീകരിക്കില്ല, പറയാൻ പാടില്ല. അപ്പോൾ ആലിമീങ്ങൾക്ക് ബോധ്യപ്പെട്ടതനുസരിച്ച് അവർ പറയും. ഒരു ദിവസം ഒരാൾ നല്ല ആളാണെന്ന് ബോധ്യപ്പെട്ടാൽ നല്ലതെന്ന് പറയും, പിറ്റേന്ന് മോശമാണെന്ന് ബോധ്യപ്പെട്ടാൽ മോശമാണെന്ന് പറയും. മോശമാണെന്ന് ബോധ്യപ്പെട്ട ഒരാൾ പിറ്റേന്ന് നല്ലതെന്ന് ബോധ്യപ്പെട്ടാൽ നല്ലതെന്ന് പറയും. ഇത്രയല്ലാണ്ട് പറയാൻ കഴിയും. ഒരാൾ മോശമായതുകൊണ്ട് ഒരിക്കലും അയാൾ നന്നാവില്ല അറിയാൻ പറ്റും, അയാൾക്ക് പിന്നെ നന്നായിക്കൂടെ. അതുപോലെ തന്നെ ഒരാൾ നല്ല ആളായതുകൊണ്ട് പിന്നെ മോശമായി കൂടാതുണ്ടോ?
എത്ര നല്ല ആളുകൾ മോശമായി പരിശുദ്ധ ഖുർആനിൽ തന്നെ ഇല്ലേ ബല്ലാമുന് ബാഗുറാഗ് എൻ്റെ ചരിത്രം ബല്ലാമുന് ബാഗുറാഗ് എന്ന് പറഞ്ഞാൽ ആ ലൗഹുൽ മഹ്ഫൂദ് നോക്കിയിട്ട് വിവരം പറഞ്ഞ ആളാണ്. ആതൈനാഹു ആയാതിനാ എന്നാ ഖുർആൻ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അല്ലാഹു തആല ഒരുപാട് ദൃഷ്ടാന്തങ്ങളെ. ഫൻസലഖ മിൻഹാ അയാൾ അതിൽ നൂരിക്കളഞ്ഞു. ഫാത്ബഹു ശൈത്താൻ പിന്നെ അദ്ദേഹം ശൈത്താൻ്റെ മാതൃകയായിട്ട് ജീവിച്ചു. ശൈത്താനെ കാണാൻ പേച്ചു ചെയ്യുന്നുണ്ട് രൂപ അത്ര പേച്ചു ചെയ്യുന്നുണ്ട്. മൂസാ നബി ഇസ്ലാമിനെ ബഹുമാനിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ നല്ല ആൾ വിടക്കാകാം, വിടക്കാൾ നന്നാവുകയും ചെയ്യാം. അതുകൊണ്ട് സ്ഥായിയായിട്ട് ഒരാളെ സംബന്ധിച്ച് അങ്ങനെ പറയാനൊന്നും ആർക്കും അധികാരമില്ല. ഏതായിരുന്നാലും നമുക്ക് ഒരാളെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ള മാനദണ്ഡം സ്വാഭാവികമായിട്ടും ആലിമീങ്ങൾ പറയുന്നതാണ്. ആയിക്കോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആലിമീങ്ങളും പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ നടത്തുക. ഇപ്പോൾ സ്വപ്നം കാണാം, ഇപ്പോൾ ഒരു വലിയ വിഷയമാണ്. സ്വപ്നം കൊണ്ടൊരു കളിയായിപ്പോൾ ഭയങ്കര സ്വപ്നങ്ങളാണ്. സ്വപ്നത്തെ സംബന്ധിച്ച് പ്രത്യേക ദിവസം തന്നെ പ്രസംഗിക്കണമെന്ന് ഞാൻ വിചാരിച്ചു വെച്ചിട്ട് സമയം കിട്ടിയാൽ. സ്വപ്നം എന്നൊറ്റ വിഷയം, കാരണം അത് അത്രയും പറയാനുള്ളൊരു വിഷയമാണ് സ്വപ്നം. അപ്പോൾ സ്വപ്നത്തിലൊരു സംഗതി കണ്ടതുകൊണ്ട് ശരിയായിക്കൊള്ളണമെന്നില്ല, തെറ്റായിക്കൂടാന്നില്ല. സ്വപ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, അത് ഉറക്കിലുണ്ടാകുന്നൊരു സംഭവമാണ്. ഉറക്കിൽ ശൈത്താൻ മനുഷ്യനെ പല നിലക്കും സ്വാധീനിക്കും. ശൈത്താൻ പലതും കാണിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ലഇബ ബികും ശൈത്താനു എന്നാണ് ഒരു സ്വപ്നത്തെ സംബന്ധിച്ച് ഒരാൾ പറഞ്ഞാൽ എൻ്റെ കഴുത്ത് അറുത്ത് പോയതായിട്ട് ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു. അത് പറഞ്ഞാൽ ശൈത്താൻ നിങ്ങളെ കൊണ്ട് ഉറക്കിൽ കളിച്ചാൽ അത് നിങ്ങളാരോടും പറയാൻ പോലാണ്. അപ്പോൾ ഉറക്കിൽ ശൈത്താന് കൂടുതൽ കളിക്കാൻ കഴിയും, മനുഷ്യരെ കൊണ്ട് കളിക്കാൻ കഴിയും. അപ്പോൾ ഉറക്ക കാണുന്ന ഒക്കെ കറാമത്താണെന്ന് അങ്ങനെ വിചാരിക്കേണ്ടതാണ്. ഒന്ന്. രണ്ടാമത്തത്, ഏത് വിഷയം വന്നാലും അതിനെ ഉൾക്കൊള്ളുന്നതിൻ്റെ മാനദണ്ഡം ശരീഅത്തിൻ്റെ നിയമമാണ്. മറ്റൊന്ന്, ഞാനൊരു സ്വപ്നം കണ്ടു തന്നുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല. കാരണം ഞാൻ നബിയൊന്നുമല്ല, നബിയാണ് എന്നെ കൊണ്ട് വിശ്വസിക്കൽ രുജുവാകുമായിരുന്നു, ഞാൻ നബിയല്ല. അല്ല പിന്നെ ഞാനൊരു സഹാബിയാണെങ്കിൽ അതും വേണം വിശ്വസിക്കാൻ, ഞാൻ സഹാബിയല്ല. ഇനി ഞാനൊരു നല്ലൊരു വലിയ പണ്ഡിതനായി തന്നെ വെക്കുക, എന്നാലും ഞാൻ ഉറക്കിൽ കണ്ടു എന്നല്ലേ പറയുന്നത്. ഉറക്കിൽ കണ്ട കാര്യം ഉണരുമ്പോഴേക്ക് എത്ര മാറ്റം വന്നിട്ടുണ്ടാവും. ഉറക്ക് കണ്ടതിൻ്റെ ശരിക്ക് ഓർമ്മയ്ക്ക് ഉറക്ക് കാണുന്നതന്നെ അങ്ങനെ റെക്കോർഡാക്കുന്ന പരിപാടിയൊന്നുമല്ലല്ലോ ഇത്. ആ ഉറക്കിലല്ലേ, ഉറക്കിൽ ശരിക്കും മനസ്സിലാവുക സംഗതികൾ. ചിലപ്പോൾ കണ്ടതിൻ്റെ പകുതി ഓർമ്മ ഉണ്ടാവും, പകുതി ഓർമ്മ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ സംഭവിക്കൂലേ. അതുകൊണ്ടാണ് ഉറക്കിൽ അമ്പിയാക്കൾക്കുള്ള സ്വപ്നം അത് മൗഇദത്തിൻ്റെ സ്ഥാനത്ത്, അല്ല വഹീൻ്റെ സ്ഥാനത്താണ്. മറ്റുള്ളവരുടെ സ്വപ്നം ശരീഅത്തിൻ്റെ നിയമത്തോട് യോജിക്കുന്നതാണെങ്കിൽ അത് നമുക്ക് ഉൾക്കൊള്ളാം, യോജിക്കാത്തതാണെങ്കിൽ ഉൾക്കൊള്ളണ്ട. ഇനി ഒരാളൊരു സ്വപ്നം കണ്ടു, അത് നമ്മൾ വിശ്വസിച്ചോളണം അങ്ങനെ ഒന്നുമില്ല. വിശ്വസിക്കലിൻ്റെ മാനദണ്ഡം വേറെ ഒന്നാണ്. 3 നൂറ്റാണ്ട് കഴിഞ്ഞാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി നിങ്ങൾ പറഞ്ഞില്ലേ, സാക്ഷി പറയാൻ ആവശ്യപ്പെടാൻ തന്നെ സാക്ഷി പറയുന്ന ആൾക്കാരും ധാരാളം കളവ് പറയുന്നവരൊക്കെ വരുന്ന കാലമാണ് 3 നൂറ്റാണ്ടിൻ്റെ ശേഷമുള്ള കാലം തന്നെ. അപ്പോൾ അത് നൂറ്റാണ്ടിപ്പോൾ ഇത്രയായി നിങ്ങൾ, നൂറ്റാണ്ട് 3 പോയിട്ട് 10-14 ആയി. അപ്പോൾ 15-ാമത്തെ നൂറ്റാണ്ട് വരെ എത്തിയിരിക്കുന്നു. അപ്പോൾ കളവ് പറയുന്ന ധാരാളം ആളുകളുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്വപ്നത്തിൽ കണ്ടു എന്ന് പറയുമ്പോഴേക്ക് അത് വിശ്വസിക്കൽ ഒരാൾക്ക് നിർബന്ധമില്ല. ഒരാൾക്ക് വിശ്വസിക്കണം തോന്നുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, വിശ്വസിക്കേണ്ട തോന്നുന്നത് വിശ്വസിക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് ആരോ ഒരാൾ എന്തോ ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ സുന്നത്തി ജമാഅത്തിനോടായിരിക്കും മടുപ്പും വെറുപ്പൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. സുന്നത്തി ജമാഅത്തിനെ കാണുന്ന സ്വപ്നം അല്ലെങ്കിൽ വിശ്വസിക്കുക, അതൊന്നും സുന്നത്തി ജമാഅത്തിൻ്റെ പറഞ്ഞിട്ടില്ല. സുന്നത്തി ജമാഅത്തിന് വിശ്വസിക്കേണ്ട കാര്യങ്ങൾ വിശ്വസിക്കണം. ഔലിയാക്കൾക്ക് കറാമത്ത് ഉണ്ടാകും, അത് വിശ്വസിക്കണം. എന്നല്ലാതെ ഇന്ന ഒരാൾക്ക് ഇന്ന കറാമത്തുണ്ടായി എന്ന് നിർണയിച്ച് ഒരാൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ അവൻ അതിൻ്റെ പേരിൽ സുന്നത്തി ജമാഅത്ത് പുറത്തുമില്ല. എനിക്കത് വിശ്വാസം വരില്ല, അയാളെ പറഞ്ഞാൽ എനിക്ക് വിശ്വാസം വരുന്നില്ല. എൻ്റെ സ്വന്തം ആളാണ് ഒരാൾ, അയാൾ പറഞ്ഞാൽ എനിക്ക് വിശ്വാസം വരുന്നില്ല, അതുകൊണ്ടെന്താ ഞാൻ വിശ്വസിക്കൽ നിർബന്ധമായ കാര്യം മറ്റുണ്ടോ? അതേസമയത്ത് ഞാൻ വിശ്വസിക്കൽ നിർബന്ധമായ ചില സംഗതികളുണ്ട്. അതാണ് അമ്പിയാക്കൾക്ക് മൗഇദത്തുണ്ട്, ഔലിയാക്കൾക്ക് കറാമത്തുണ്ട് എന്നൊക്കെ ഞാൻ വിശ്വസിക്കണം. ഇന്ന ഒരു വലിക്കിന് ഇന്ന ഒരു കറാമത്തുണ്ടായി എന്നത് ഖുർആനിൽ പറഞ്ഞാണെങ്കിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്, ഹദീസിൽ പറഞ്ഞാണെങ്കിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്, ഇജ്മാ ഉദ്ധരിക്കപ്പെട്ടാണെങ്കിൽ നിർബന്ധമാണ്. അതുപോലെ നല്ല സിഖത്തുള്ള ഒരാൾ അനുഭവിച്ചിട്ട് അദ്ദേഹം ഒരിക്കലും കളവ് പറയൂല എന്ന് ബോധ്യമുള്ള ഒരാൾ പറഞ്ഞാൽ വിശ്വസിക്കലൊരു മാന്യതയാണ്. വിശ്വസിച്ചില്ലെങ്കിൽ അതിൻ്റെ പേര് സുന്നത്തി ജമാഅത്ത് പുറത്തൊന്നും പോകില്ല. ഉദാഹരണം പറയാം, ഒരാൾ വന്നിട്ട് പറഞ്ഞു ഞാൻ അമേരിക്കയിൽ പോയി എന്നാണ്. നല്ലൊരു മുയറാണ് പറഞ്ഞത്, അല്ലെ വലിയൊരു തങ്ങളാണ് പറഞ്ഞത്, അല്ലെ നമ്മളൊരു ശിഷ്യനാണ് പറഞ്ഞത് ഞാൻ അമേരിക്കയിൽ പോയി എന്നാണ്. നമുക്കിങ്ങനെ വിശ്വാസമാകുന്നില്ല. നമുക്ക് വിശ്വാസമാകണ്ടേ അയാൾ പോയി എന്ന് പറഞ്ഞു. അത് വിശ്വസിക്കാത്തതുകൊണ്ട് നമ്മളിപ്പോൾ സുന്നത്തി ജമാഅത്ത് പുറത്തു പോകും. അയാളെ വാക്ക് വിശ്വസിച്ചില്ല നമ്മൾ, അത്രയല്ലേ വരുള്ളൂ, അത്രയല്ലേ വിടുള്ളൂ. അതുകൊണ്ട് ഒരാൾ സുന്നത്തി ജമാഅത്ത് പുറത്തു പോകില്ല. അതുപോലെ ഇയാൾ സ്വപ്നം കണ്ടു പറഞ്ഞാൽ അത് ഇയാൾ വിശ്വസിക്കുന്നില്ല, അയാൾ വിശ്വസിക്കണ്ട.
നേരിൽ കണ്ട് എന്നെ പറഞ്ഞാൽ വിശ്വസിക്കാത്തതുകൊണ്ട് ഒരാൾ ഇസ്ലാം തോർത്തു അല്ലെ സുന്നത്ത് ജമാഅത്ത് തോർത്തു. ഒരാൾ ദുബായി പോയി എന്നാണ് അയാൾ എനിക്ക് വിശ്വാസമാണില്ല, വേണ്ട വിശ്വസിക്കട്ടെ, അത്രയേ ഉള്ളൂ. അതിൻ്റെ പേരിൽ അയാൾക്കും കുഴപ്പം വരുന്നില്ല, ഇയാൾ ഇത് പറഞ്ഞുകൊണ്ട് ഇയാൾക്കും കുഴപ്പമില്ല. അയാൾ പോയിട്ടില്ലാണ്ട് പറഞ്ഞാണെങ്കിൽ കളവ് പറഞ്ഞ തെറ്റുണ്ടാവും, ഇനി പോയിട്ട് പറഞ്ഞാണെങ്കിൽ അയാൾ കുറ്റക്കാരനാവില്ല, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് പുറത്തു പോകില്ലല്ലോ. ഒരാൾ പറഞ്ഞ് വിശ്വസിക്കാത്തതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് പുറത്തു പോകും, അത് പോകില്ല. അതുകൊണ്ട് ആരെങ്കിലും പറയുന്ന, കാരണം ചിലരൊക്കെ പറയുന്നത് ശരിയായിരിക്കും, ചിലരൊന്ന് ബടായി ആയിരിക്കും. അപ്പോൾ ഈ ബടായി ആണെന്ന് വിചാരിച്ചിട്ട് ഒരാൾ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് അയാൾ സുന്നത്ത് ജമാഅത്ത് പുറത്തു പോകില്ല ഞാൻ പറഞ്ഞിട്ട് അകത്തുക. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേൾക്കുമ്പോഴേക്കും ഇത് വിശ്വസിച്ചില്ല ഞാൻ സുന്നിയാവില്ല എന്ന് വിചാരിച്ചിട്ട് ആരും എന്താ വേണ്ട, സുന്നിയാകുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരും സുന്നത്ത് ജമാഅത്ത് പുറത്തു കൊണ്ടേയില്ല. സുന്നത്ത് ജമാഅത്തിന് എന്ത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കേണ്ട എന്നതിനൊക്കെ ഇമാമിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്ക് ഒരാൾ പറഞ്ഞിട്ട് വിശ്വാസമുള്ളവർക്ക് വിശ്വസിക്കും. എന്തിനധികം പറയണം? അതിനേക്കാളും പേര് നമ്മളെ കർമ്മമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടല്ലോ. കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉദാഹരണം പറയാം, ഞാൻ മാസം കണ്ടു എന്നല്ല ഒരാൾ, റമദാൻ്റെ മാസം കണ്ടു എന്നല്ല ഒരാൾ, അത് വിശ്വാസമാകുന്നില്ല. കണ്ടു തന്നെ വിശ്വാസമില്ല, അയാൾ നോമ്പേ കണ്ട അയാൾക്ക് വിശ്വാസമില്ല. നേരെ മറിച്ച് രണ്ട് നല്ല നല്ല നീതിമാന്മാരായ സാക്ഷികൾ എന്ന് പറഞ്ഞാൽ സാക്ഷിക്ക് പറ്റുന്ന ആളുകൾ, അങ്ങനത്തെ രണ്ടാളുകൾ പെരുന്നാളിന് മാസം കണ്ടു എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞത് കണക്കിലെടുത്ത് ഖാദി വിധിക്കണം. ഖാദിക്ക് ആ പറഞ്ഞ ബോധ്യപ്പെടുമോ വിധിക്കണം. ബോധ്യപ്പെടാനുള്ള മാർഗ്ഗമാണ് രണ്ട് സാക്ഷികൾ ഉണ്ടാകുന്നത്, വിധിക്കണം. അങ്ങനെ വിധിച്ചതായി വേറെ രണ്ടാളുകൾ നമ്മളോട് വന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് നേരാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളും അത് അംഗീകരിക്കണം, നമ്മൾ പെരുന്നാളാക്കണം. ഇനി അല്ലാത്ത രൂപത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടാലും എല്ലാ സ്ഥലത്തും തക്ബീർ ചെല്ലുന്നുണ്ട്, ആരും പറഞ്ഞൊന്നുമില്ല, ഒട്ടാകെ തക്ബീർ ചെല്ലുന്നുണ്ട്, അപ്പോൾ നമുക്ക് അറിയാം അത് പെരുന്നാളായതാണെന്നാണ്. നോമ്പിനാകുമ്പോൾ ഒരു സാക്ഷി മതി, പെരുന്നാളിനാകുമ്പോൾ രണ്ട് സാക്ഷി മതി. അപ്പോൾ ഒരാൾ വിശ്വസിച്ചില്ല എന്നതുകൊണ്ട്, ഇപ്പോൾ ഒരു സാക്ഷി അല്ലെ രണ്ട് സാക്ഷി വന്നിട്ട് പറഞ്ഞ അയാൾ വിശ്വസിച്ചില്ല, അതിൻ്റെ പേരിൽ അയാൾ സുന്നത്ത് ജമാഅത്ത് പുറത്തുമില്ല. ഇനി നമുക്ക് പറയാം, നമ്മളെ സ്വന്തം ഭാര്യ നമ്മളോട് പറഞ്ഞു ഞാനിപ്പോൾ നാട്ടിൽ ഖാദിയാണ്, എന്നോട് എൻ്റെ ഭാര്യ പറഞ്ഞു ഞാൻ മാസം കണ്ടു. എന്നാൽ എനിക്കത് വിശ്വാസം ഉണ്ടായാൽ പോലും എനിക്ക് നോമ്പായി എന്ന് വിധിക്കാൻ നിവൃത്തിയില്ല. അതെന്താ? അത് ഓള് പെണ്ണായതുകൊണ്ടാണ്. ഒരു സ്ത്രീയുടെ സാക്ഷി വെച്ചിട്ട് ഒരു ഖാദിക്ക് വിധിക്കാൻ പറ്റില്ല. അതേസമയത്ത് എനിക്കെൻ്റെ ധാരണയിൽ അവൾ കളവ് പറയൂല, എന്നെ പറ്റിക്കൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് അതുകൊണ്ട് പ്രവർത്തിക്കാം, എനിക്ക് വിധിക്കാൻ പറ്റില്ല. അപ്പം അതിനൊക്കെ നിയമങ്ങളുണ്ട്. ഞാൻ പറഞ്ഞേ, ഒരാളെ വാക്ക് വിശ്വസിക്കുന്നതിനും വിശ്വസിക്കാതിരിക്കുന്നതിനൊക്കെ ശരീഅത്തിൻ്റെ നിയമത്തിൽ അതിനൊക്കെ വ്യത്യസ്തമായ നിയമങ്ങൾ ഉണ്ട്. ഇപ്പോൾ ഒരാളൊരു കാര്യം പറഞ്ഞിട്ട് മറ്റൊരാൾ വിശ്വസിക്കാത്തത് കൊണ്ട് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തുപോയി എന്ന് പറയാൻ നിവൃത്തിയില്ല. അയാൾക്ക് ബോധ്യപ്പെടാത്തതുകൊണ്ട് അയാൾ വിശ്വസിച്ചില്ല എന്ന് മാത്രമേ. അതുപോലെ ഇന്ന് ഞങ്ങൾക്ക് ഇന്ന കറാമത്തുണ്ടായി എന്ന് വിശ്വസിക്കൽ നിർബന്ധം ഇല്ല. അതേ സമയത്ത് നമ്മളോട് പറയുന്ന വ്യക്തികൾ മഹാന്മാരും സാലിഹീങ്ങളും ആലിമീങ്ങളൊക്കെ ആകുമ്പോൾ അവരെ വിശ്വസിക്കുക എന്നത് അതിൻ്റെ ശരിയായ മാന്യതയാണ്. ആ വിശ്വാസക്കുറവ് ഉണ്ടാകുന്നത് അവരോടുള്ള ഒരു ഇൻസൾട്ടായി അവരെ നിന്ദിക്കുന്നതിൻ്റെ പേരിലാണെങ്കിൽ അത് മനുഷ്യൻ്റെ ഈമാനിന് കേടുവരാൻ സാധ്യതയുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒട്ടാകെ ഇപ്പോൾ സ്വപ്നത്തിൻ്റെ കഥയും അതുപോലെ തന്നെ കറാമത്തിൻ്റെ കോലാഹലമൊക്കെ ആയിട്ട് ചില അത്ഭുതങ്ങൾ കാണിച്ച് മനുഷ്യരെ ദീനിൽ നിന്ന് അകറ്റിക്കളയുന്ന തെറ്റായ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന ധാരാളം വ്യാജന്മാർ ഒട്ടാകെ ഇറങ്ങിയിട്ടുള്ളൊരു കാലഘട്ടമാണ്. അതിലൊന്നും ആരും പെട്ടുപോകരുത് എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖിനെ ഹഖായി മനസ്സിലാക്കി ജീവിതത്തിൽ ഉൾക്കൊള്ളാനും തെറ്റിനെ തെറ്റായി മനസ്സിലാക്കി വർദ്ധിക്കാനുമുള്ള ഭാഗ്യം നമുക്ക്